ജി സുധാകരനെ കടന്നാക്രമിച്ച് ആലപ്പുഴയിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗമൊക്കെ നടത്തുകയാണ്. അപ്പം അമ്പലപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു മണ്ഡലമായി മാറുകയാണ്. ജി സുധാകരൻ ജയിക്കുകയാണെങ്കിൽ അത് കരണത്ത് കിട്ടുന്ന അല്ലെങ്കിൽ നെഞ്ചത്ത് കിട്ടുന്ന വലിയ കുത്തലൊക്കെ ആയിരിക്കും പലർക്കും. അമ്പലപ്പുഴയിൽ യഥാർത്ഥത്തിൽ സലാം തോക്കും. അമ്പലപ്പുഴയിൽ സലാം തോക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അവിടെ ജി സുധാകരൻ തരക്കേടില്ലാത്ത വോട്ട് നേടി ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. കാരണം ജി സുധാകരൻ വെറും ഒരു സ്ഥാനാർത്ഥിയല്ല. ജി സുധാകരൻ എൻ ഡി എയുടെയും യു ഡി എഫിൻ്റെയും ഒരു സംയുക്ത സ്ഥാനാർത്ഥിയാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം എൻ ഡി എയിലേക്ക് തരക്കേടില്ലാത്ത വോട്ടുകൾ എൻ ഡി എക്ക് അവിടെ ഉണ്ട്. ആ വോട്ടുകളിൽ നിന്നൊരു 5000 വോട്ടുകൾ കിട്ടുമെന്നാണ് കഴിഞ്ഞ തവണ ജി സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. അത് 5000 എന്നല്ല, ഒരു 10,000-ഓളം വരെ വോട്ടുകളിൽ തന്നെ പോയേക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ബി ജെ പി മാത്രമല്ല, അവിടെയുള്ള ചില കമ്മ്യൂണിറ്റി കാര്യങ്ങൾ കൂടിയുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി സുധാകരൻ്റെ കമ്മ്യൂണിറ്റി നായർ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ അവർക്കുള്ള വോട്ടുകൾ കൂടി ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ബി ജെ പിയുടെ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം വോട്ടുകൾ കൂടി കിട്ടുമ്പോൾ അവിടെ സലാമിൻ്റെ കാര്യം പരുങ്ങല്ലാവും. അതല്ല, ബി ജെ പിയുടെ കൃത്യമായിട്ടുള്ള വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ അവിടെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരമായിരിക്കും. നാരോ മാർജിനിലായിരിക്കും ആരെങ്കിലും കടന്നുകൂടാനൊക്കെ സാധ്യതയുള്ളത്. പക്ഷേ ഇനി ഇതിൻ്റെ മറ്റൊരു മറുവശവും കൂടി അവിടെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതില്ലെന്ന് പറയാൻ പറ്റില്ല. ആലപ്പുഴ ജില്ലയിൽ ജി സുധാകരൻ്റെ കാലത്ത്, പ്രതാപിയായിരുന്ന കാലത്ത് ഒഴിവാക്കപ്പെട്ട ജി സുധാകരനോടുള്ള വെറുപ്പ് കൊണ്ട് മാത്രം പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ 100 കണക്കിന് സഖാക്കൾ വരെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എന്നൊരു അഡ്വക്കേറ്റ് വിളിച്ചപ്പോൾ അദ്ദേഹം അത്തരത്തിൽ അവിടെ നിന്ന് വിട്ടുപോയ ഒരാളാണ്. ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അടക്കം ആവേശത്തോടുകൂടി പാർട്ടിയിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചോളം അരയും തലയും മുറുക്കി അവിടെ രംഗത്തിറങ്ങിയേക്കാണ്. ഞാനിത് ഏതാണ്ട് 2 ആഴ്ച മുമ്പ് പറഞ്ഞതാണ്. ഇന്നത് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ബി ജെ പിയുടെ കൂടി സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനൊക്കെ വോട്ട് അവിടെ 1.5 ലക്ഷത്തോളം വോട്ട് വർദ്ധിപ്പിക്കുന്നതിലൊക്കെ തന്നെ ജി സുധാകരൻ്റെ ചില നിർദ്ദേശങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് സഹായിക്കാനുള്ള സാധ്യതകളുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ കാര്യം. പിന്നെ ഗൗതം പറഞ്ഞ പോലെ നെഞ്ചിൽ കിട്ടുന്ന കുത്തായിരിക്കും എന്നൊക്കെ ഗൗതം പറഞ്ഞു. അതൊക്കെ നല്ല വാചകങ്ങളാണ്. പക്ഷേ അത് താങ്കൾ ഉപയോഗിച്ചു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ജി സുധാകരൻ അവിടെ തോൽക്കേണ്ടത് പാർട്ടിയുടെ ഏറ്റവും വലിയ ആവശ്യമാണ്, സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ജി സുധാകരൻ അവിടെ നിന്നൊരു MLA ആയി ജയിച്ചു വന്നാൽ ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് ഒരു വിടുതൽ നേടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയുമായി അകന്നുപോയിട്ടുള്ള ആളുകളെ വേണമെങ്കിൽ കേരളം മുഴുവൻ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റിയാൽ അവർക്കൊരു നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരാളാണ് ജി സുധാകരൻ. അത്തരത്തിലുള്ളൊരു ഓറയും ഇമേജും ഒക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളൊരു നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാളെ മറ്റേ TK ഗോവിന്ദൻ മാഷ് അവിടെ നിന്ന് ജയിച്ചാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ ജയിച്ചാലും ഇല്ലെങ്കിലും, ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നുകൂടി ഏകോപിപ്പിക്കാനും വേണമെങ്കിൽ ഒരു CPM-ന് ബദലായി മറ്റൊരു പ്രസ്ഥാനം കൂടി ഉയർന്നു വരാനും ഒക്കെ കഴിയുന്ന ഒരു സാധ്യതകളുണ്ട്. ഇപ്പം കഴിഞ്ഞ അവിടെ RMPയുടെയൊക്കെ KK രമ നിൽക്കുമ്പോൾ KK രമ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് പാർട്ടിക്കൊന്നും സംഭവിച്ചില്ല. കാരണം വടകരയിൽ മാത്രമായിട്ടത് ഒതുങ്ങി. പക്ഷേ ജി സുധാകരൻ അങ്ങനെയല്ല. ചിലപ്പോൾ അത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ ഒരു ശ്രമമെങ്കിലും നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചോളം, CPM-നെ സംബന്ധിച്ചോളം അത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ പിണറായി വിജയൻ രാവിലത്തെ പത്രസമ്മേളനത്തിൽ തന്നെ ജി സുധാകരനെ ആഞ്ഞടിച്ചിരുന്നു. ജി സുധാകരനും ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഭുവനേശ്വരൻ രക്തസാക്ഷിയായതിനെക്കുറിച്ച്, ആ രക്തസാക്ഷിയായപ്പോൾ അത് അദ്ദേഹം DSU എന്ന് പറഞ്ഞ സംഘടനയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് KSUവിൻ്റെ പേര് വിട്ട് കളഞ്ഞതിനെക്കുറിച്ചൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർത്താനുള്ള സാധ്യതകൾ CPM-നൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ യഥാർത്ഥത്തിൽ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് രംഗം അതിതീവ്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ തീവ്രമാക്കാൻ ജി സുധാകരൻ പോലും വിചാരിച്ചിരുന്നില്ല. കാരണം ജി സുധാകരൻ ആദ്യം പറഞ്ഞത് ഞാനിവിടെ സ്വതന്ത്രമായി മത്സരിക്കും, അപ്പോൾ പോലും പാർട്ടികളെ ഒന്ന് പിന്തുണച്ചേക്കുമെന്നൊക്കെ പറയുന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മറ്റൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകില്ല, മറ്റൊരു സ്ഥലത്ത് ഞാൻ ക്യാമ്പയിന് പോകില്ല, ഞാനിവിടെ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എൻ്റെ വഴിക്ക് വിട്ടേക്കുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ CPM കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കൃത്യമായി തീരുമാനമെടുത്തിരിക്കുന്നു. പ്രത്യേകിച്ചും പിണറായി വിജയൻ എടുത്തിരിക്കുന്നു. ഇനി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സമീപനം വേണ്ട, പകരം എന്ത് ചെയ്യണം, അറ്റാക്കിംഗ് മോഡിൽ തന്നെ CPM-ന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആഞ്ഞടിക്കും. അറ്റാക്കിംഗ് മോഡിൽ പ്രതികരണം നടത്തി കഴിഞ്ഞാൽ അത് സുധാകരനെ കൂടുതൽ സഹായിക്കില്ല.
ജി സുധാകരനെ കൂടുതൽ സഹായിക്കൂ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഓക്കെ. ജി സുധാകരനോട് ഒരു പൊതുവായിട്ടുള്ള പൊതുജനങ്ങൾക്കുള്ള ഒരു ഇമേജിനൊക്കെ തന്നെ ഇപ്പം തന്നെ പാർട്ടി അവിടെ വലിയ തോതിലുള്ള വർക്ക് എടുത്തിട്ടുണ്ട്. ആ വർക്കിൻ്റെ ഭാഗമായിട്ട് ജി സുധാകരനുള്ളത് ഒരു അധികാര മോഹമാണ് എന്നുള്ളത് തെളിയിക്കാൻ പറ്റുന്ന നിരവധി സംഭവങ്ങൾ, ഇൻസിഡൻസ് എല്ലാം തന്നെ പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ട്. പാർട്ടി സഖാക്കളോട് ഇന്നർ പാർട്ടി മീറ്റിങ്ങിലും അനുഭാവികളോടും ഒക്കെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കാരണം പാർട്ടി ചോദിക്കുന്നത് 2 തവണ മന്ത്രിയാക്കിയ ഒരാൾ, നിരവധി തവണ MLA ആയ ഒരാൾ, ഇത്തരത്തിൽ മത്സരിച്ച ഒരാൾ 75 വയസ്സ് കഴിഞ്ഞ് മാറി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ഇപ്പോൾ പ്രകാശ് കാരാട്ടടക്കമുള്ള നിരവധി ആളുകൾ മാറി നിൽക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് മാത്രം എന്താണ് മാറി നിൽക്കാൻ കുഴപ്പം എന്ന് ചോദിക്കുന്ന വലിയ പരാമർശങ്ങൾ അവിടെ പാർട്ടി നടന്നുണ്ട്. അതിൽ പാർട്ടി ഏതാണ്ട് ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഗൗതം പറഞ്ഞ പോലെ ഇതെല്ലാം പാർട്ടിയുടെ ഇന്നർ സർക്കിളിലാണ്, അതായത് പാർട്ടിക്കാരോ നേതാക്കന്മാരോ അനുഭാവികളായിട്ടുള്ള ആളുകളുടെ ഇടക്കാണ്. പക്ഷേ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ അറ്റാക്കിംഗ് മോഡിൽ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കിയേക്കാം, നമുക്കറിയില്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വേറെ വഴിയൊന്നുമില്ല. കാരണം അങ്ങനെയല്ല എന്ന് പറഞ്ഞ് വളരെ സൈലൻ്റ് ആയിട്ട് നിന്നാലും പുള്ളി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പുള്ളി പാർട്ടിക്ക് ഇനി തിരിച്ചു പറയാതെ, തിരിച്ച് സംസാരിക്കാതെ വേറൊരു കാര്യവും നടത്താൻ കഴിയില്ല. അതുകൊണ്ട് പാർട്ടി ആരെയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് പിണറായി വിജയൻ തന്നെ നേരിട്ട് പത്രസമ്മേളനം നടത്തുകയും ജി സുധാകരനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ അദ്ദേഹം വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള എതിരഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിരുന്നത്. ജി സുധാകരൻ, അതേപോലെ TK ഗോവിന്ദൻ, ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ, ഇവരൊക്കെ ഉയർത്തുന്ന വെല്ലുവിളികളുണ്ട്. ഇതിൽ TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനൊക്കെ കണ്ണൂരാണ്. അപ്പോൾ ഈ ഒരു വിഷയം, ഈ 3 പേരുണ്ടാക്കിയ കൊടുങ്കാറ്റ് മൊത്തത്തിൽ LDFനെ വലിയ ക്ഷീണത്തിലേക്ക് നയിക്കില്ലേ? LDFനെ മൊത്തത്തിൽ ക്ഷീണത്തിലേക്ക്, ഇതിലിപ്പോൾ TK ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പാർട്ടിക്കെതിരല്ല പറയുന്നത്, പാർട്ടി നന്നാവണം എന്നുള്ളതാണ് എൻ്റെ ശബ്ദം, പാർട്ടിക്കെതിരല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അയാളെ കൂടി വർഗവഞ്ചകനാക്കുക. CPMൻ്റെയും LDFൻ്റെയും ഒക്കെ ചരിത്രമറിയുന്ന, കൃത്യമായി അത് സൂക്ഷ്മം വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. ഈ TK ഗോവിന്ദൻ UDFനൊപ്പം പോയില്ല, UDFൻ്റെ പിന്തുണ സ്വീകരിച്ചില്ല. അതേസമയം കുഞ്ഞികൃഷ്ണൻ UDFൻ്റെ പിന്തുണ സ്വീകരിച്ചില്ല, ജി സുധാകരൻ UDFൻ്റെ പിന്തുണ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്കുണ്ടാകുന്ന കരുത്തിനെ CPM എപ്പോഴും ഭയന്നിരുന്നു. ഇപ്പം എന്തുകൊണ്ടാണ് TP ചന്ദ്രശേഖരനെതിരെ അത്തരത്തിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടായെന്ന് വെച്ചാൽ, TP ചന്ദ്രശേഖരൻ UDFൻ്റെ ഭാഗമായി അവിടെ മത്സരിക്കുകയാണെങ്കിൽ അവർക്ക് പേടിയില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ നിന്ന് വിട്ടുപോയതിന് ശേഷം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് നിങ്ങളുടെ മറ്റേ എൻറ്റിറ്റി അവസാനിച്ചു. അതായത് നിങ്ങളുടെ ഒരു അസ്തിത്വം ഉണ്ടല്ല. CPMൻ്റെ അസംതൃപ്തനായ ഒരു CPMകാരൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അവിടെ എന്ത് ചെയ്തു, അവസാനിച്ച് നിങ്ങൾ UDFകാരനാണ്. പിന്നെ മനസ്സിലായോ? ആ UDFകാരിലേക്ക് എത്തിച്ച് കിട്ടിയാൽ അവർ രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ TP ചന്ദ്രശേഖരൻ അങ്ങനെ ചെയ്തില്ല. TP ചന്ദ്രശേഖരൻ ചെയ്തത് ഒറ്റക്ക് നിന്ന് സമാന്തരമായിട്ടുള്ള സംഘടന ഉണ്ടാക്കി, ബദലുണ്ടാക്കി വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അത് ഈ പറഞ്ഞ പോലെ ഷൊർണൂരിലും ചെയ്തിട്ടുണ്ട്, മുരളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ CPM വല്ലാതെ ഭയക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഗൗതം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതേസമയം ഇത്തരത്തിൽ അപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ പിന്നെ ഭയമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ പിന്നെ എതിർക്കാൻ എളുപ്പമാണ്. ഇപ്പം നിങ്ങളിവിടെ ഈ പറയുന്ന ഗോവിന്ദ മാഷിൻ്റെ ഭാര്യ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവർ DYFയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. അത്തരത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു സ്ത്രീക്ക് സീറ്റ് കൊടുത്തതിന് നിങ്ങൾ വിമർശിക്കുകയും ശ്രീകണ്ഠൻ്റെ ഭാര്യ മത്സരിക്കുന്ന UDFനൊപ്പം പോയി ജോയിൻ ചെയ്യുകയും ചെയ്തിട്ട് നിങ്ങൾ എന്ത് ഇസം പറയാനാണ് എന്ന് ചോദിക്കാൻ എളുപ്പമാണ്. അതേസമയം അദ്ദേഹം ഒരു പക്ഷത്തേക്ക് മാറി നിൽക്കാതെ ഒറ്റക്കാണ് നിന്നിരുന്നതെങ്കിൽ അത് CPMനെ എപ്പോഴും ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ TP ചന്ദ്രശേഖരനൊക്കെ എതിർത്ത പോലെ പിന്നീട് ഒരിക്കലും ഒരു KK രമയെ പോലും എതിർക്കാത്തത്. കാരണം ഒരു UDFൻ്റെ സപ്പോർട്ട് കിട്ടി. അങ്ങനെ അല്ലാതെ നമുക്ക് നമ്മളിവിടെ നിൽക്കാനും കഴിയില്ല. അപ്പോൾ നിൽക്കാൻ കഴിയാത്ത ആ ദൗർബല്യത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുമെന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പേടിയുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് അറ്റാക്ക് ചെയ്യുക. ഇതിലിപ്പം ഇത്തരത്തിൽ പാർട്ടിയുടെ നയവ്യതിയാനങ്ങളെ കുറിച്ചാണ് ഇവരെല്ലാം സംസാരിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് ജി സുധാകരൻ, അതിൻ്റെ അതൃപ്തി, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അധികാരമോഹം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ വലിയ തെറ്റുമില്ല എന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിലും വലിയ അധികാരമോഹികളായിട്ടുള്ളവർ ഇപ്പോഴും പാർട്ടി കൺട്രോൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണല്ലോ. അപ്പം ജി സുധാകരൻ എന്തുകൊണ്ട് അധികാരമോഹം ഉണ്ടായിക്കൂടാ എന്ന് പറയുന്ന വളരെ മനുഷ്യത്വപരമായിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു സാധാരണ തോന്നൽ അദ്ദേഹത്തിന് രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ശരിക്കും ചർച്ച ചെയ്യേണ്ടത് LDF കൊണ്ടുവന്ന അല്ലെങ്കിൽ നടപ്പിലാക്കിയ പല വികസന പ്രവർത്തനങ്ങളാണോ, അതോ ഇത്തരത്തിലുള്ള വളരെ ജനാധിപത്യ വിരുദ്ധമായി നടക്കുന്ന പ്രവണതകളെയാണോ? അതായത് സാമൂഹ്യ ബോധമുള്ള, നമ്മൾ പ്രബുദ്ധരെന്നൊക്കെ പറയപ്പെടുന്ന മലയാളി യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് ഇത്തരം വിഷയങ്ങളല്ലേ? ഞാൻ പറഞ്ഞത് സാമൂഹ്യ ബോധമുള്ള, പ്രബുദ്ധരായിട്ടുള്ള. നമ്മുടെ നാട്ടിൽ ഒരു ഗവൺമെൻറ് ഭരിക്കാനിറങ്ങി ആ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലം തീരുമ്പോൾ വികസന പ്രവർത്തനങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത്,
പകരം ആ ഗവൺമെൻറ്റിനെ നയിച്ചിട്ടുള്ള ഒരു പാർട്ടിയുടെ ഉള്ളിലെ ജനാധിപത്യവും അതിൻ്റെ അകത്തെ ഫാസിസവും ഒക്കെയാണ് എന്നൊക്കെ ഉള്ളത് ഓരോരുത്തർക്കും പറയാം. പക്ഷേ ഒരു പബ്ലിക് അറ്റ് ലാർജ് എന്ന് പറയുന്ന ഒരു വലിയ 2.5 കോടി 3.5 കോടി വരുന്ന ജനത്തിന് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഗൗതം. എന്തിനാണ് ആ പാർട്ടിക്ക് ഉള്ളിലെ ജനാധിപത്യമോ ആ പാർട്ടിക്കുള്ളിൽ ഈ പറഞ്ഞ പോലെ സഹിഷ്ണുതയോ ഒക്കെ ചർച്ച ചെയ്യേണ്ട ആവശ്യം എന്താണുള്ളത്? അതൊന്നും നടപടിക്കുന്ന കാര്യമില്ല. പിന്നെ ഗൗതം ഈ പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു വലിയ നെറേറ്റീവ് ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM-ൽ നിന്ന് ആരെങ്കിലും ഇതുപോലെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുകയും മാധ്യമങ്ങൾ അത് കൊണ്ടാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ ചില അജണ്ടകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇതിനേക്കാൾ MVR വിട്ടുപോയിട്ടുണ്ട്, KR ഗൗരിയമ്മ വിട്ടുപോയിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ പാർട്ടിയെ വിട്ടുപോയിട്ടുണ്ട്. പാർട്ടിയെ വിട്ടു പോകുന്നതിനും അപ്പുറത്തേക്ക് ആ പാർട്ടി ഇപ്പോൾ ഗൗരിയമ്മയൊക്കെ പോകുമ്പോൾ എനിക്കറിയാം ആലപ്പുഴ ജില്ലയിൽ തന്നെ 6% വോട്ടാണ് JSS എന്ന് പറയുന്ന അവരുടെ പ്രസ്ഥാനം ആദ്യം നേടിയത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നേടലുകളോ അത്തരത്തിലുള്ളൊരു വലിയ വീഴ്ചയോ ഒന്നും CPM-ന് ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. അത് സത്യവുമാണ്. മനസ്സിലായോ? പറ്റത് ഇപ്പം നിങ്ങൾക്ക് ആ പാർട്ടിക്കുള്ളിലെ ജനാധിപത്യത്തെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു പഴയ മൂല്യബോധമോ പഴയ ഈ പറഞ്ഞതുപോലെ ഒരു ഐഡിയോളജിക്കൽ ബേസോ ഒന്നും ഈ പാർട്ടിക്കില്ല എന്ന് വിചാരിക്കുന്നവരുടെ നമ്പർ അനുദിനം കൂടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ ഇല്ലാത്ത ആളുകൾ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും ഏരിയ കമ്മിറ്റി മെമ്പർമാരും ബാക്കി മെമ്പർമാരും ഒക്കെ നിന്നുകൊണ്ട് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കണം എന്നുള്ള തോന്നലൊക്കെ തന്നെ ആളുകളുടെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളിപ്പം റോഡിലൂടെ പോകുമ്പോൾ എവിടെ നോക്കിയാലും മുക്കിലും മൂലയ്ക്കും LDF അല്ലാതെ മറ്റാരുണ്ട്. ഇതാണ് മുഖ്യമന്ത്രിയുടെ ചിത്രമാണ് കാണാൻ പറ്റുന്നത്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഈ പരസ്യം. അപ്പം ഇത്തരത്തിലുള്ള വലിയ പരസ്യങ്ങളിലൂടെ ആളുകളുടെ മനസ്സിനെ, പ്രത്യേകിച്ചും ഈ ജെൻസി ആയിട്ടുള്ള കുറേയധികം യുവാക്കളുടെ ഇവരുടെയൊക്കെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, അത് നമ്മളെന്ത് പറയണം? അവരോട് നിങ്ങൾ പരസ്യം കൊടുക്കില്ലേ പ്ലീസ് എന്ന് പറയുമോ? നമ്മളെന്ത് പറയാൻ പറ്റുക? എനിക്കറിയില്ല. ഒരു ഗവൺമെൻറ് ഭരിച്ചു കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രചരണം നടത്തുമ്പോൾ ആ രാഷ്ട്രീയ പ്രചരണം നടത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല ഗൗതം. ഇത് നരേന്ദ്രമോദി നടത്തുമ്പോൾ പ്രശ്നമില്ല. അല്ല, നരേന്ദ്രമോദി ഞാൻ എന്ത് പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറയുന്നത് അതേ മാതൃക തന്നെയാണ് സ്വീകരിക്കുന്നത്. അതേ മാതൃക സ്വീകരിക്കേണ്ടി വരും. ഇനിയുള്ള കേരളവും ഇന്ത്യയും ലോകവും ഒക്കെ ഒരുപാട് മാറിയിരിക്കുകയാണ്. ഇനിയുള്ള ഒരു കാലത്തും ഇത്തരത്തിലുള്ള പെർസെപ്ഷൻ ബിൽഡിങ്ങുകളിലൂടെ അല്ലാതെ ഒരു ഇലക്ഷൻ ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ ഐഡിയോളജിക്കലായി എന്ത് ചെയ്യും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാവരും വോട്ട് ചെയ്തോളൊന്നും വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല കേരളം. പിന്നെ കേരളത്തിൽ ഇപ്പോൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? വർഗീയമായ വിഭജനത്തിൻ്റെ അങ്ങേയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് വേവലാതിയില്ല. പകരം പിണറായി വിജയൻ പോസ്റ്ററും ബോർഡിങ്ങും ഹോർഡിങ്ങും ഒക്കെ വെക്കണതിന് നമ്മൾ എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? ആ കഴിഞ്ഞ തവണ അവർ പറഞ്ഞിരുന്നു LDF ഉറപ്പാണ്, LDF എന്ന് പറയുന്ന പരസ്യവാചകം ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് അവർ എന്ത് ചെയ്യും. അതിനെ വേണമെങ്കിലും ഒക്കെ CPM-നെ പോലൊരു പാർട്ടി അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാം. ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എന്ന് നമ്മൾ പറയുമല്ലോ, അതിലൊക്കെ മറികടന്നുകൊണ്ട് ഒരു മര്യാദയില്ലായ്മ പോലെ ഈ PR ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിന് എന്താ കുഴപ്പമുള്ളത്? ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിന് എന്താ കുഴപ്പമുള്ളത്? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ക്യാഷില്ലേ, അല്ലെങ്കിൽ BJP-യുടെ ഈ ക്യാഷില്ലേ? ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം മേടിച്ച 3ാമത്തെ പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ഈ പണമില്ലേ? കോൺഗ്രസ് ചെയ്യാൻ പാടില്ലേ? ഇത് ഓക്കെ, ഗൗതം പറയുന്ന ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്. അതെന്ന് വെച്ചാൽ അധികാരത്തിലിരുന്നുകൊണ്ട് PRD ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ച് നിരവധി പരസ്യങ്ങൾ കൊടുക്കുകയും അല്ലെങ്കിൽ കുറച്ചുകൂടി ഗവൺമെൻറ്റിന് ആനുകൂല്യം കൊടുക്കുകയും ചെയ്യുന്നൊരു പതിവ് ഇപ്പോൾ ഇന്ത്യ മുഴുവനുണ്ട്. അത് ഇന്ത്യ മുഴുവനുള്ള എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും അധികാരത്തിലിരിക്കുന്നവർക്ക് അതിൻ്റെ പുറത്തൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല. അത് കറക്റ്റാണ് ഗൗതം പറയുന്നത്. പക്ഷേ രണ്ടാമത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നടത്തുന്ന പ്രചരണത്തിന് നമുക്കൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ അത് LDF-ൻ്റെ കാശ് മുടക്കി LDF എന്ത് ചെയ്യുകയാണ്? പ്രചരണം നടത്തുകയാണ്. അതുപോലെ തന്നെ UDF-നും പ്രചരണം നടത്താം. ഇപ്പോൾ UDF എന്ത് ചെയ്യുന്നുണ്ട്? നിരവധി പരസ്യങ്ങൾ TV കൊടുക്കുന്നുണ്ട്, അതുപോലെ കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി നീറ്റായിട്ടും കുറച്ചുകൂടി ഡീസൻ്റായിട്ടൊക്കെ പരസ്യം കൊടുക്കാമായിരുന്നു എന്ന് ഞാൻ അഭിപ്രായമായിരിക്കുള്ളൂ. അത് ഗംഭീരമായിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട്, ആളുകൾ തീരുമാനിക്കട്ടെ. അതല്ലാതെ നമുക്കതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. എന്തായാലും G. സുധാകരൻ കൊണ്ടുവന്ന കൊടുങ്കാറ്റ് പാർട്ടി ഏത് രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നു നമുക്ക് 9-ാം തീയതി കാണാം. അല്ല, പാർട്ടിയെ ആകെ പ്രതിസന്ധിയിലാക്കാൻ പോകുന്ന അമ്പലപ്പുഴയിൽ മാത്രമാണ്, അല്ലാതെ തൽക്കാലത്തേക്ക് വേറെ പ്രതിസന്ധി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ G. സുധാകരൻ അവിടെ നിന്ന് ജയിച്ചു വന്നാൽ ഗൗതം പറഞ്ഞ പോലെ അത് നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിസന്ധിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.